സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ 3 ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇതുവരെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫ്ലക്ഷൻ, അതായത് ഡിഫ്ലക്ഷൻ വരെയുള്ള അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ മുന്നേ ഉള്ള ടോപ്പിക്ക് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മുടെ കോളംസ് ആൻഡ് സ്ട്രട്സിൽ വരുന്ന ഇത്രയും ഭാഗവും നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോളംസ് ആൻഡ് സ്ട്രട്സിൽ വരുന്ന റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതേപോലെ നമ്മുടെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ വരുന്ന ഒരു 8 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതിന് ശേഷം ചെയ്യാനുള്ള സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ കേസിൽ നമുക്കിനി ആ 2 സെറ്റ് പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്. പറഞ്ഞ് മനസ്സിലായോ? അതായത് റാങ്കൈൻസ് ഫോർമുല, താഴെ കാണുന്ന ഈ കാണുന്ന റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള കോളത്തിൽ വരുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും പിന്നെ നമ്മുടെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ വരുന്ന പ്രോബ്ലംസുമാണ് നമുക്ക് പ്രോബ്ലമാറ്റിക്കായിട്ട് നമുക്കിനി ക്ലാസ്സായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ എടുക്കാതെ പോയ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഒരു പക്ഷേ. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ആദ്യം പഠിച്ച കാര്യം സിമ്പിൾ ബെൻഡിങ് അഥവാ പ്യുവർ ബെൻഡിങ്ങിനെ കുറിച്ചാണ്. ഒരു ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ആ ഇക്വേഷൻ നിങ്ങളെല്ലാവരും മിക്കവാറും ആ ഒരു ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവസാനത്തേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് പരിചയമായി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിൽ കുറച്ച് ഈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈസി എന്ന് പറയുമ്പോൾ ശരിക്കും കുറച്ചൊക്കെ ടഫാണ്, പക്ഷേ ഈസിയാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസൊക്കെ ഒന്ന് അത്യാവശ്യം ഓർമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ട്രാക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു വിശ്വാസം വന്നിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം സ്കോർ എടുക്കാൻ പറ്റുന്നുള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ബെൻഡിങ് ഇക്വേഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബെൻഡിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. പിന്നെ അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൻ്റെ പ്രോബ്ലംസും അതുപോലെ റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത 2 ക്ലാസ് കൊണ്ട് നമ്മുടെ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. പ്ലസ് നമുക്ക് PYQസും കൂടി അതിനിടയ്ക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകണം. സോ എല്ലാവരും ക്ലാസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങൾ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളൊന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് വായിച്ചൊക്കെ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സിമ്പിൾ ബെൻഡിങ് അഥവാ ബെൻഡിങ് സ്ട്രെസ്സ് കാണാനുള്ള ആ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് അസംഷൻസ് മനസ്സിലാക്കി വെക്കാനുണ്ട്. നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്ങിൽ നമുക്ക് കുറച്ച് അസംഷൻസ് മനസ്സിലാക്കി വെക്കണം. ഈ അസംഷൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അസംഷൻസും കൂടി നമ്മൾ മനസ്സിൽ കരുതണം. സോ അതിൽ ഫസ്റ്റ് വണ്ണം നോക്കാം. ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക്. അപ്പോൾ ഫസ്റ്റ് അസംഷനാണ്. അപ്പോൾ നമുക്കത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് 3 മാർക്കിനോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 7 മാർക്കിനോ വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. PYQs നോക്കിയാൽ മനസ്സിലാവും. 2 ക്വസ്റ്റ്യൻ പേപ്പറിലെങ്ങാനും ഈ ഒരു അസംഷൻ ചോദിച്ചതാണ്. ഓക്കെ, 3 മാർക്കിന് ഷുവർ ഷോട്ടാണ്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 7 മാർക്ക് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു സ്കോർ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്ന അസംഷൻ ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക് ആണ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. നമ്മുടെ മെറ്റീരിയൽ ത്രൂ ഔട്ട് എന്തായിരിക്കും? ആ ഒരു ബീം ഉണ്ടാക്കിയുള്ള മെറ്റീരിയൽ ത്രൂ ഔട്ട് സെയിം മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം കോമ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ പറയുന്നുണ്ട് ഐസോട്രോപ്പിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐസോട്രോപ്പിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഐസോട്രോപ്പിക് മെറ്റീരിയൽസ് ഹാവ് ഐഡൻറ്റിക്കൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡിറക്ഷൻസ് അറ്റ് എവരി ഗിവൺ പോയിൻറ്റ്. അപ്പോൾ എല്ലാ പോയിൻറ്റിലേക്കും ഇപ്പോൾ നമുക്കറിയാം എക്സ് വൈ സെഡ് അല്ലേ, 3 ആക്സിസ് ഉണ്ടെങ്കിൽ ആ 3 ആക്സിസിലുള്ള നമ്മുടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയാം. ആ ഒരു മെറ്റീരിയലിൻ്റെ 3 ആക്സിസിലേക്കും നോക്കുകയാണെങ്കിൽ 3 ആക്സിസിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും അത് കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക, ഹോമോജീനിയസും ഐസോട്രോപിക്കും ആയിരിക്കണം മെറ്റീരിയൽ. രണ്ടാമത്തെ അസംഷൻ നോക്കാം. ദ ബീം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സ് ബെൻഡ് ഇൻ സർക്കുലർ ആർക്സ് വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒന്നുമില്ല, നമ്മുടെ ബീം ബെൻഡാവുന്ന സമയത്ത് അല്ലേ, നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ബീം ഇങ്ങനെ ബെൻഡാവുമ്പോൾ നമ്മൾ ന്യൂട്രൽ ആക്സിസിനെ കുറിച്ചും ന്യൂട്രൽ എയറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെൻഡാവുന്ന സമയത്ത് അതുപോലെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ബെൻഡാവുമ്പോൾ ഈ റേഡിയസും ത്രൂ ഔട്ട് എന്താണ് സെയിം ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ഏത് പോയിൻ്റ് നോക്കിയാലും ആ റേഡിയസ് ഇങ്ങനെ മൊത്തത്തിൽ സെയിം ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഓരോ ലെയറും ബെൻഡാവുന്നത് ഈ കാണുന്ന ഒരു പോയിൻറ്റിലെ റേഡിയസ് ആ ഒരു ആക്സിസിൽ നിന്നായിരിക്കണം ആ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത്, അല്ലെങ്കിൽ ആ റേഡിയസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ ഓരോ ലെയറിലും എന്തായിരിക്കണം? ആ റേഡിയസ് സെയിം ആയിരിക്കണം. സെയിം മീൻസ് ആ ആക്സിസ് സെയിം ആയിരിക്കണം, അവിടെ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക, അതാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞ പോലെ അസംഷൻസിൽ നമ്മൾ രണ്ടാമത്തെ പോയിൻ്റാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞു രണ്ടാമത്തെ പോയിൻ്റ് ദ ബീം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ദ ലോഞ്ചിറ്റ്യൂഡൽ ഫൈബേഴ്സ് ബെൻഡ് ഇൻ സർക്കുലർ ആർക്സ് വിത്ത് എ കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ എല്ലാ ലോഞ്ചിറ്റ്യൂഡൽ ഫൈബേഴ്സും നേടണം ഒരു കോമൺ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നായിരിക്കണം അത് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് അതുപോലെ ബീം ഇനീഷ്യലി സ്ട്രെയിറ്റും ആയിരിക്കണം. അടുത്ത അസംഷൻ നോക്കാം. മെമ്പേഴ്സ് ഹാവ് സിമ്മട്രിക് ക്രോസ് സെക്ഷൻസ് ആൻഡ് ആർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് സിമ്മട്രി. അപ്പോൾ നമ്മുടെ ആ ഒരു ബീമിൻ്റെ എല്ലാ ക്രോസ് സെക്ഷനും എന്തായിരിക്കണം? സിമ്മട്രിക് ആയിരിക്കണം, അതിൻ്റെ ഷേപ്പ് സിമ്മട്രിക് ആയിരിക്കണം. അതുപോലെ തന്നെ ആർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് സിമ്മട്രി. അപ്പോൾ അത് ബെൻഡാവുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു സിമ്മട്രീൻ്റെ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം, സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കണം അത് ബെൻഡാവുന്നത്. ഓക്കെ, ഇപ്പോൾ 3 പോയിൻ്റ് പറഞ്ഞു. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 3 മാർക്ക് ചോദിച്ചായിരിക്കും നിങ്ങൾ ഈ 3 പോയിൻ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് ചോദിച്ച് നോക്കാം. ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ആൻഡ് ദ എഫക്റ്റ് ഓഫ് ഷിയർ ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അസംഷൻ എടുക്കണം. അതായത് ബീം ബെൻഡ് ആവുന്നത് പ്യുവർ ബെൻഡിങ് ആണ്. അതായത് പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും, ബെൻഡിങ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെ കോൺസ്റ്റൻറ്റ് ബെൻഡിങ് മൂവ്മെൻറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും അവിടെ ഷിയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, അല്ലേ, ഷിയർ ഈസ് neglected. The beam is subjected to pure bending and the effect of shear is neglected. അഞ്ചാമത്തെ പോയിന്റ്, പ്ലെയിൻ സെക്ഷൻസ് ത്രൂ എ ബീം ടേക്കൺ നോർമൽ ടു ദ ആക്സിസ് ഓഫ് ദ ബീം റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. ഒന്നുമില്ല, നമ്മുടെ ബീം ബെൻഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പാടില്ല? നമ്മുടെ പ്ലെയിൻ സെക്ഷൻസ് എന്ത് ചെയ്യണം? അത് അതിൻ്റെ നോർമൽ ആക്സിസിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല, അത് റിമെയിൻസ് പ്ലെയിൻ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ സിമെട്രിക് ആയിരിക്കണം, അതുപോലെ തന്നെ ആ പ്ലെയിന് മാറിപ്പോകാനും പാടില്ല. ലാസ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെയാണ്. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ദ ഡയമെൻഷൻസ് ഓഫ് ദ ബീം. അപ്പോൾ ബീമിൻ്റെ ഡയമെൻഷൻസിനേക്കാളൊക്കെ ഒരുപാട് വലുതായിരിക്കണം റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബീമിൻ്റെ ഡയമെൻഷൻസിനേക്കാളും ഒരുപാട് വലുതായിരിക്കണം റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് ഇപ്പോൾ ഒരു ബീമാണെങ്കിൽ നമുക്കറിയാം ബീമിൻ്റെ അകത്തുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കണം അത് ബെൻഡാവുന്ന സമയത്ത് ഉണ്ടാകുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. ബെൻഡാവുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, അത് ബെൻഡാവുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വരെ വരുന്ന ആ റേഡിയസാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എപ്പോഴാണ് എന്തായിരിക്കണം? ഈ ബീമിൻ്റെ സൈസിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷനേക്കാളൊക്കെ ഒരുപാട് ലാർജ് ആയിരിക്കണം. അപ്പോൾ 6 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ 6 പോയിൻറ്റും പഠിച്ചു വെക്കുക. അഥവാ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് 7 മാർക്ക് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിൻറ്റ്സ് എല്ലാം എഴുതി വെച്ചാൽ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടും. ഇനി 3 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു 3 പോയിൻറ്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു അസംഷൻസ് ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഈ അസംഷൻസ് വെച്ചായിരിക്കണം നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്കിനി നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബീമിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുന്നുണ്ടായിരിക്കും. അതായത് ഒരു ബീം ഇങ്ങനെ വരയ്ക്കുക.
ബീമിനകത്ത് നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എ സി എന്ന് പറയുന്ന ഫിഗറിൽ കാണുന്ന പോലെ എ സിയും ബി ഡിയും പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി ആണ് ഉദ്ദേശിക്കുന്നത്, എ ബി സി ഡി. അതുപോലെ നമ്മൾ ഈ ബീമിൻ്റെ ഒരു ന്യൂട്രൽ ആക്സിസ് നമുക്കറിയാം, ഇത് ഒരു ന്യൂട്രൽ ആക്സിസും ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇനി അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് വേറെ 2 പോയിൻറ്റും കൂടി മാർക്ക് ചെയ്യാം. കുറച്ച് താഴെയായിട്ട് ഈ ഒരു ലെങ്ത്തും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് എ ബി സി ഡി ആയി ഈ ന്യൂട്രൽ ലെയറിൻ്റെ പേര് നമുക്കിവിടെ ജസ്റ്റ് ഇ എഫ് പേര് കൊടുക്കാം. പിന്നെ ഞാൻ ഗ്രീനായിട്ട് വരച്ചത് എച്ച് ജി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, എച്ച് ജി. അപ്പോൾ നമ്മൾ ഒരു ബീമിനകത്തുള്ള ഒരു പ്രത്യേക ഭാഗം മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിലൊരു സെക്ഷൻ നോക്കി, എ ബി സി ഡി എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ന്യൂട്രൽ ആക്സിസ് പോകുന്നത് ഇ എഫ് ആണ് ആ ലൈന്. പിന്നെ ആ ന്യൂട്രൽ ആക്സിസിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ വൈ ഡിസ്റ്റൻസ് കാണിക്കും. ഈ ഡിസ്റ്റൻസ് ജസ്റ്റ് വൈ ഡിസ്റ്റൻസ്. ഓക്കെ, വൈ ഡിസ്റ്റൻസിൽ നമ്മൾ എച്ച് ജി എന്ന് പറഞ്ഞൊരു ലെയർ അല്ലെങ്കിൽ ഒരു ഫൈബർ ലെയർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബീമിൻ്റെ കേസിൽ ഇത് എന്താണ്, ബിഫോർ ബെൻഡിങ്ങിൻ്റെ മുന്നേ ഉള്ള അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ലോഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ അവിടെ ബെൻഡിങ് സംഭവിക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണ്. ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് എഴുതി വെക്കാം. ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം കൺസിഡർ എ പോർഷൻ ഓഫ് ബീം ബിറ്റ്വീൻ സെക്ഷൻസ് എ സി ആൻഡ് ബി ഡി. അപ്പോൾ സെക്ഷൻ എ സിക്കും ബി ഡിക്കും ഇടയിലുള്ള ഒരു പോർഷൻ ബീമിൻ്റെ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്, ഇതൊന്നും നമ്മൾ എഴുതി വെക്കുക. എലമെൻറ്റ് ഇ എഫ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നോക്കുക. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് എലമെൻറ്റ് ഇ എഫ്. ലൈസ് ഇൻ ദ ന്യൂട്രൽ ലെയർ. നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ലെയറിലാണ് ഇ എഫ് ഉള്ളത്. നമ്മൾ ആ വരിയും എഴുതി വെക്കുക, ലൈനും എഴുതി വെക്കുക. പിന്നെ എലമെൻറ്റ് എച്ച് ജി ലൈസ് അറ്റ് വൈ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ലെയർ. എലമെൻറ്റ് എച്ച് ജി എവിടെയുള്ളത്, വൈ ഡിസ്റ്റൻസ്, ന്യൂട്രൽ ലെയറിൽ നിന്നും വൈ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് എലമെൻറ്റ് എച്ച് ജി ഉള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണല്ലോ, ക്ലിയറായി. ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വൈപ്പ് ചെയ്യാണ്. നമുക്കിവിടെ കാണുന്ന ബെൻഡിങ്ങിന് ശേഷമുള്ള ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ആ നേരത്തെ കണ്ട ബീം ഇവിടെ ബെൻഡായി അല്ലേ. ഇപ്പോൾ ബെൻഡാവുന്ന സമയത്ത് നമ്മളതിൻ്റെ പേരുകളൊക്കെ മാറിയിട്ടുണ്ടാവും. എയുടെ സ്ഥാനത്ത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എ ഡാഷായി, ബി ഡാഷായി, സി ഡാഷായി, ഡി ഡാഷായി, പിന്നെ ഇ ഡാഷും എഫ് ഡാഷും, അതുപോലെ എച്ച് ഡാഷും ജി ഡാഷും അത്രയും അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം മാറി. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ പോയിൻ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെൻ ദ ബീം ബെൻഡ്സ് വിത്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ബീം ബെൻഡ് നമ്മൾ മുന്നേ പഠിച്ചാണ്, ഒരു കോമൺ റേഡിയസ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ത്രൂ ഔട്ട് ഇത് ഒരേ റേഡിയസ് ആയിരിക്കും. താഴേക്ക് നോക്കുന്നത് അതും ഒരേ റേഡിയസ് ആയിരിക്കും. മേലത്തെ ലെയർ ആണെങ്കിൽ അതും ഒരേ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഈ കോമൺ പോയിൻ്റ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ഈ പോയിൻ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ആ പോയിൻ്റ് തൊട്ട് നമ്മുടെ ന്യൂട്രൽ ലെയർ വരെ വരുന്ന ആ ഡിസ്റ്റൻസാണ് നമ്മുടെ ആർ അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ച കാര്യം തന്നെയാണ്, ഇതിൽ സംശയം ഉണ്ടായിരിക്കില്ല. ഇവിടെ പറഞ്ഞ പോയിൻ്റ് അതും നിങ്ങൾ എഴുതി വെക്കുക. വെൻ ദ ബീം ബെൻസ് വിത്ത് എ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. അതുപോലെ നിങ്ങൾ ഈ ഒരു ആഫ്റ്റർ ബെൻഡിങ്ങിന് ശേഷമുള്ള ഈ ബീമിൻ്റെ ഭാഗം മാത്രം വരയ്ക്കാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ സെക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെക്ഷൻസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ പറഞ്ഞ പോലെ ആ റേഡിയസിലേക്കായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോറി, റേഡിയസ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ആക്സിസിലേക്കായിരിക്കും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കാണുന്ന പോലെ O എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ ഈ സെക്ഷൻ എ സിയുടെയും ബി ഡിയുടെയും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ തീറ്റയും അല്ലെങ്കിൽ ഫൈയും എന്ത് ചെയ്യാം, തീറ്റ അല്ലെങ്കിൽ ഫൈ ഉപയോഗിച്ചാലും തീറ്റ അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ 6 കാണിച്ചിട്ടുള്ളത്, അതായത് റേഡിയസ് ആണ്. അതായത് ആ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ന്യൂട്രൽ ആക്സിസ് വരുന്ന ഡിസ്റ്റൻസാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വൈ കാണുന്നുണ്ടായിരിക്കും അല്ലേ. വൈ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഈ വൈ ആണ് വൈ. അതായത് താഴെയുള്ള എച്ച് ജി എന്ന് പറയുന്ന ലെയറിലേക്കുള്ള ഡിസ്റ്റൻസാണ് വൈ. അപ്പോൾ അത്രയും നിങ്ങൾ രണ്ടാമത്തെ ഈ ഫിഗറിന് താഴെയായിട്ട് ഈ ബെൻഡ് ചെയ്ത ഫിഗർ വരച്ച് വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം,
നമുക്കറിയാം ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എ സി എന്തായി മാറി? എ ഡാഷ് സി ഡാഷ് ആയി. ബി ഡി എന്തായിട്ട് മാറി? ബി ഡി ചേഞ്ചസ് ടു ബി ഡാഷ് ഡി ഡാഷ്. ഇ എഫ് എന്തായിട്ട് മാറി? ചേഞ്ചസ് ടു ഇ ഡാഷ് എഫ് ഡാഷ്. എച്ച് ജി എന്തായിട്ട് മാറി? ചേഞ്ചസ് ടു എച്ച് ഡാഷ് ജി ഡാഷ്. അപ്പോൾ അത്രയും ആ പോയിൻറ്റ്സ് കൂടി നിങ്ങൾ 4 ലൈനായിട്ട് അതും കൂടി എഴുതി വെക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ആംഗിളിൻ്റെ കാര്യം പറഞ്ഞു. ഇത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. എന്താണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ സി ഡാഷ് എ ഡാഷ് അല്ലേ. സി ഡാഷ് എ ഡാഷും സി ഡാഷ് എ ഡാഷ് ആൻഡ് ഡി ഡാഷ് സി ഡാഷ് എ ഡാഷും ഡി ഡാഷ് ബി ഡാഷും തമ്മിലുള്ള അറ്റ് ദ സെൻറ്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ. ഈ എ ഡാഷ് സി ഡാഷും ബി ഡാഷ് ഡി ഡാഷും തമ്മിലുള്ള ആ ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും പോയിന്റുകൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, അത്രയും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഇ എഫ് ലൈസ് ഇൻ ന്യൂട്രൽ ലെയർ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ലെയറിലാണത്. അറ്റ് ന്യൂട്രൽ ലെയർ, അടുത്ത പോയിന്റ് നോക്കുക. അറ്റ് ന്യൂട്രൽ ലെയർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ലെങ്ത്ത്. നമ്മൾ മുന്നേ പഠിച്ചാണ് നമ്മുടെ ന്യൂട്രൽ ലെയറിൽ കംപ്രഷനും നടക്കില്ല, അതുപോലെ തന്നെ ഇലോങ്ങേഷനും നടക്കില്ല. അതെന്താണ്? അവിടെ ന്യൂട്രലായി നിൽക്കുകയാണ്. അവിടെ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ഉണ്ടായില്ല അവിടെ. അതായത് ചേഞ്ചിങ് ലെങ്ത്ത് 0 ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ എഴുതിയുള്ള ഇ എഫും ഇവിടെ എഴുതിയിട്ടുള്ള ഇ ഡാഷ് എഫ് ഡാഷും എന്താണ്? രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. സോ ഇ എഫ് ഈക്വൽ ടു ഇ ഡാഷ് എഫ് ഡാഷ് ആണ്. സോ ഇ എഫ് ഈക്വൽ ടു ഇ ഡാഷ് എഫ് ഡാഷ് ആണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതേപോലെ ഒരു സെക്ടറൊക്കെ വരച്ചിട്ട് ആ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്ത് കാണാനായിട്ട് അല്ലേ. നമ്മുടെ സെക്ടർ നമുക്കിവിടെ ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതിൻ്റെ റേഡിയസ് നമുക്ക് 6 ആണെന്നറിയാം. ഈ സെക്ടറിൻ്റെ അല്ല, ഈ ഒരു ആർക്ക് ലെങ്ത്ത് കാണാനായിട്ടുള്ള ഇക്വേഷനാണ്. എന്താ മതി? എൽ ഈക്വൽ ടു നമുക്ക് 6 ഇൻറ്റു തീറ്റ ചെയ്താൽ മതി അല്ലേ. ഈ ആർക്ക് ലെങ്ത്ത് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ആർക്ക് ലെങ്ത്ത് കാണാനായിട്ട് ഏത് എല്ലാണെങ്കിൽ എൽ ഈക്വൽ ടു ഈ 6 ഇൻറ്റു ആ ആംഗിൾ ചെയ്താൽ നമുക്ക് ആർക്ക് ലെങ്ത്ത് കിട്ടും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായിരിക്കും അല്ലേ. ഇവിടെ നോക്കുക, ഈ ഇ എഫ് എന്താണ്? നമ്മൾ പറഞ്ഞു ഇ ഡാഷ് എഫ് ഡാഷും ഇ എഫും സെയിം ആണെന്ന് പറഞ്ഞു. സോ ഈ ഇ ഡാഷ് എഫ് ഡാഷ് എന്തിന് ഈക്വലായിരിക്കും? ഇവിടെ ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ 6 ഇൻറ്റു ഈ തീറ്റയ്ക്ക് ഈക്വലായിരിക്കും. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റെപ്പിൽ. സോ ഇ എഫ് ഈക്വൽ ടു ഇ ഡാഷ് എഫ് ഡാഷ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്സ്റ്റൻഡ് ആണ്. ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ച കാര്യം സ്ട്രെയിനിനെ കുറിച്ച് അല്ലേ. ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ചേഞ്ചിങ് ലെങ്ത്ത് പറഞ്ഞാൽ ഫൈനൽ ലെങ്ത്ത്, അതായത് ആദ്യം ലെങ്ത്ത് മാറിയിട്ട് പുതിയൊരു ലെങ്ത്ത് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഫൈനൽ ലെങ്ത്ത് പറയുന്നത്. ഫൈനൽ ലെങ്ത്ത് നിന്ന് ഒറിജിനൽ ലെങ്ത്ത് കുറച്ച് നമുക്ക് ചേഞ്ച് ആയ ലെങ്ത്ത് കിട്ടും അല്ലേ. അതായത് 10 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് 12 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ 2 സെൻറ്റിമീറ്റർ ആണ് മാറ്റം വന്നത്. അതാണ് ചേഞ്ചിങ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ ഫൈനൽ ലെങ്ത്ത് ആരാണ്? 12ഉം ഒറിജിനൽ ലെങ്ത്ത് ആരാണ്? 10ഉം ആണ്. അപ്പോൾ 12 - 10 ചെയ്ത് നമുക്ക് ഈ 2 കിട്ടും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫൈനൽ ലെങ്ത്ത് മൈനസ് ഒറിജിനൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത്. ആ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷനാണ്. അത് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ് ഒറിജിനൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒറിജിനൽ ലെങ്ത്ത് ശരിക്കും GH ആണ് അല്ലേ. അതായത് ഇവിടെ പറയുന്നത് സ്ട്രെയിൻ ഇൻ ലെയർ GHലാണ് കേട്ടോ. അപ്പോൾ GH എന്ന് പറയുന്ന അല്ലേ, നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള GH എന്ന് പറയുന്ന ലെയറിലുള്ള സ്ട്രെയിനാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒറിജിനൽ ലെങ്ത്ത്? എന്തായിരിക്കും? നമുക്ക് GH ആണ് ഒറിജിനൽ ലെങ്ത്ത് അല്ലേ. അപ്പോൾ GH എന്തിന് ഈക്വലാണ്? നമുക്കിവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള ഈ GH എന്തിന് ഈക്വലാണ്? അത് EFന് ഈക്വലാണല്ലോ, യാതൊരു സംശയവുമില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും, ഇവിടെ കാണുന്ന പോലെ GH ഈക്വൽ ടു EF ആണ്, അതിൽ സംശയമില്ല. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു EFും ഇ ഡാഷ് എഫ് ഡാഷും ആർ തീറ്റയും ഈക്വലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? GH ഈക്വൽ ടു EF ഈക്വൽ ടു ആർ തീറ്റ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഫൈനൽ ലെങ്ത്ത് എന്താണ്? G ഡാഷ് H ഡാഷ് ആണ് അല്ലേ. നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ മാറ്റം സംഭവിക്കും, കാരണം ന്യൂട്രൽ ലെയറിൻ്റെ താഴെയാണ്. അവിടെ ആ ലെങ്ത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് G ഡാഷ് H ഡാഷ് ആണ്. സോ നമുക്കിവിടെ പറയാൻ പറ്റും ഈ G ഡാഷ് H ഡാഷ് നമ്മളിങ്ങനെ കണ്ടെത്തുക അല്ലേ. കാണാൻ ഇക്വേഷൻ ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ ആറിന് പകരം ആരും കൂടി ഉണ്ടായിരിക്കും ഇവിടെ ഈ ചെറിയ ഡിസ്റ്റൻസ് അല്ലേ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള താഴെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അത് വൈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. സോ ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ ചെയ്താലായിരിക്കും എന്ത് കിട്ടുക, നമുക്ക് ജി ഡാഷ് എച്ച് ഡാഷ് കിട്ടുക. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണുന്നുണ്ടായിരിക്കും. സോ ആ ഇക്വേഷനാണ് ഇവിടെ എന്തായി മാറിയത്, ഇങ്ങനെ കൊടുത്തത് ജി ഡാഷ് എച്ച് ഡാഷ് ഈക്വൽ ടു ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ 1 ഇവിടെ ഒന്ന് കിട്ടി, ഇവിടെ ഇക്വേഷൻ 2 കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇക്വേഷൻ 3 ആയിട്ട് നമ്മൾ കൊടുക്കുക. സോ ഈ 3 ഇക്വേഷൻ കൂടി നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് സ്ട്രെയിൻ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുക. അതായത് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഫൈനൽ ലെങ്ത്ത് അല്ലേ, ഫൈനൽ ലെങ്ത്ത് എത്രയാണ്, നമ്മുടെ ഇക്വേഷനിലേക്ക് എല്ലാം കൊടുക്കുക. ഫൈനൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടി, എന്ത് കിട്ടി, ഫൈനൽ ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ ലെങ്ത്ത് എത്രയാണ്, മൈനസ് ആർ തീറ്റ, താഴെ ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് ആണ്, അതും ആർ തീറ്റ. നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്താൽ കിട്ടുന്ന സംഭവം എന്താണ് നോക്കുക, ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ മൈനസ് ആർ തീറ്റ ഡിവൈഡ് ബൈ ആർ തീറ്റയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു തീറ്റ ആർ തീറ്റ പ്ലസ് വൈ ഇൻറ്റു തീറ്റ വൈ തീറ്റ മൈനസ് ഇവിടെ ആർ തീറ്റ, ഇങ്ങനെ കിട്ടും. മേലെ നമുക്ക് ഇങ്ങനെ കിട്ടും, ആർ തീറ്റ പ്ലസ് വൈ തീറ്റ മൈനസ് ആർ തീറ്റ. ഇവിടെ നമുക്കെന്ത് മനസ്സിലാവും, മേലെ നിന്ന് ഈ ആർ തീറ്റയും ഈ മൈനസ് ആർ തീറ്റയും ക്യാൻസലാവും. സോ മേലെ ബാക്കി ഉണ്ടായിരിക്കുക വൈ തീറ്റ മാത്രമായിരിക്കും. ഓക്കെ, മേലെ ബാക്കി ഉണ്ടായിരിക്കുക വൈ തീറ്റ മാത്രമാണ്, താഴെ ആരുണ്ട്, ഈ ആർ തീറ്റ ഉണ്ട് അല്ലേ. അപ്പോൾ മേലെയും താഴെയും വൈ തീറ്റയും ആർ തീറ്റയും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മേലെയും താഴെയും തീറ്റ വരുന്ന ഈ തീറ്റയും ക്യാൻസലായാൽ ബാക്കി വൈ ബൈ ആറാണുള്ളത്. അപ്പോൾ വൈ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിവിടെ കിട്ടിയുള്ളത്, അത് സ്ട്രെയിനാണ് അല്ലേ. സ്ട്രെയിൻ ഈക്വൽ ടു നമുക്ക് വൈ ബൈ ആറ് കിട്ടി, സ്ട്രെയിൻ ഈക്വൽ ടു നമുക്ക് വൈ ബൈ ആറ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മൾ മുന്നേ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പഠിച്ച കാര്യമാണ്, സ്ട്രെയിനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെയിനെ കുറിച്ച് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കേസിൽ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സാണ് കാണേണ്ടത്. സോ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് എഫ് ആണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം ഈ കിട്ടിയുള്ള ഇക്വേഷൻ പ്രകാരം സ്ട്രെസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എത്ര എപ്പോഴും കിട്ടിയുള്ളത്, ഇ ഇൻറ്റു നമുക്ക് വൈ ബൈ ആറ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനായി എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു വൈ ബൈ ആറ് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്നുകൂടി അറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ ഉള്ള വൈയെ നമുക്ക് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്നുണ്ടായിരിക്കാം, എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ തുടങ്ങുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ, നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എം ബൈ ഐ ഈക്വൽ ടു എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആറാണ്. അതിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയത് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ആരും കൂടി ചേർക്കാനുണ്ട്, എം ബൈ ഐയും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ എം ബൈ ഐ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, റിലേഷൻ ബിറ്റ്വീൻ മൊമെൻ്റ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചറാണ്. മൊമെൻറ്റും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് പറയുന്ന ഒരു ഫോർമുല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് അധികം സ്റ്റെപ്പുകൾ വരുന്നു, നിങ്ങളിത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ വരെ ചെയ്തു അല്ലേ, നമുക്ക് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് ഇവിടെ നോക്കുക, വി നോ ദാറ്റ്, ഇങ്ങനെ എഴുതുക, വി നോ ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ മൊമെൻ്റ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ടു എന്താണ്, ഇങ്ങനെ എഴുതി വെക്കുക, എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ. ദെയർ ഫോർ എന്ത് എഴുതുക, നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ടുള്ള എം ബൈ ഐ ഈക്വൽ ടു ഒന്നുകിൽ ഇ ബൈ ആർ ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് എഴുതാം. നമുക്ക് നേരത്തെ ഇ ബൈ ആറും എഫ് ബൈ വൈയും ഈക്വൽ ഒന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ പ്രകാരം എന്താണ്
ഇ ബൈ ആറും അതായത് ഈ ഇ ബൈ ആറും ഈ എം ബൈ ഐയും എന്താണ് അവർ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്ക് 3 ഇക്വേഷനും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരിക. ഞാൻ പറഞ്ഞ പോലെ അവസാന സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ എഴുതണം. വി നോ ദാറ്റ് റിലേഷൻ ബിറ്റ്വീൻ മൊമെൻ്റ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ. ദെയർഫോർ എന്ത് ചെയ്യുക, ഫൈനലി നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല, നമുക്ക് മാക്സിമം മാർക്ക് തന്നെ ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ തിയറി ഓഫ് ബെൻഡിങ്ങിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതെന്ത് ചെയ്യാം, അത് 1-2 തവണ എഴുതിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.